സോ ഗൈസ്, ഇപ്പം എല്ലാ കൂട്ടുകാരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവൻ എന്താണ് ഈ കാർ എടുക്കാതെ ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന്. അത് വേറൊന്നുമല്ല ഗൈസ്, നമ്മൾ ഈ ഒരു ഗെയിമിൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുവാണ്. കാരണം 5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് 150 കോയിൻ കിട്ടുന്ന ഒരു ടാസ്ക് ഇന്നുണ്ടായിരുന്നു. എന്തായാലും ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കുറേയൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്റ്റാച്ചു കണ്ടു. അപ്പം നമ്മൾ വണ്ടിയുടെ അങ്ങോട്ട് തിരിച്ചോടിയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ഓടിയിട്ട് ഈ റോഡേ കയറി അപ്പുറത്തെ റോഡേ നമുക്ക് പോകണമായിരുന്നു. ഞാനോർത്ത് ഇല്ലമ്പഴി ഓടിക്കഴിഞ്ഞാൽ കയറാനായിട്ട് പറ്റുമെന്ന്, പക്ഷെ പറ്റിയില്ല. അത് കാരണം ഞാൻ തിരിച്ചോടുവാണ്. ഞാൻ സ്റ്റാച്ചു എവിടെയാണെന്ന് കാണിച്ചു തരാം ഗീസ്. എന്തായാലും ഞാനാണെങ്കിൽ വെച്ചിളക്കി തന്നെ ഓടുന്നുണ്ട്, കാരണം നമുക്ക് 5 കിലോമീറ്റർ ഓടണം. നമ്മുടെ ചെക്കനെയാണ് അവിടെ ഇട്ടിരിക്കുവാണ്. അപ്പോൾ ഗീസ്, നമ്മുടെ ചെക്കനല്ല, അത് ബ്രോയുടെ വണ്ടിയാണ്. ആ ബ്രോയ്ക്ക് നമ്മൾ ഇന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ വണ്ടി നമ്മൾ തിരിച്ചു മേടിക്കും. ആ ബ്രോയ്ക്ക് വർക്ക് ചെയ്യാൻ കൊടുത്താണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും നമ്മുടെ വണ്ടി നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ. എന്തായാലും ഗീസ്, നമുക്ക് വണ്ടി കാണിച്ചു തരാം. ഞാൻ വണ്ടിയൊക്കെ പണിത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. മാക്സിമം വീഡിയോയുടെ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പോയി ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുകൊണ്ട് ഗീസ്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഗീസ്, ഞാനാണെങ്കിൽ നേരെ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് ഗീസ് ആ സ്റ്റാച്ചു ഉള്ളത്. എന്തായാലും ഒരു ഹോഴ്സ് റൈഡറിൻ്റെ സ്റ്റാച്ചു ആണ്. എന്തായാലും കൊള്ളാം ഗൈസ്, ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കാരണം നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഇതിൻ്റെ ഒരു പ്രൊഫൈൽ പിക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ തംബ്നെയിൽ വെച്ചിരിക്കുന്നത്. അതെല്ലാ കൂട്ടുകാരും കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിലോട്ട് കയറി വന്നതും. അപ്പോൾ ഈ കൊള്ളാമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയത്തില്ല. ജസ്റ്റ് ഈ ഒരു റൂട്ടിലാണ് ഇത് നമ്മൾ കണ്ടത്. ഞാൻ ചുമ്മാ ഓടിയപ്പോൾ എടുത്തെന്ന് മാത്രം. പിന്നെ ഈ നമ്മൾ 5 കിലോമീറ്റർ കവർ ചെയ്താലേ നമുക്ക് ഈ ഒരു ടാസ്ക് ഇതുവരെ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാലേ എനിക്ക് അതിൻ്റെ കോയിൻ വെച്ചിട്ട് സ്ലോട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് ഈ ഒരു ടാസ്ക് കൂടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് 2 സ്ലോട്ട് എടുക്കാനായിട്ട് പറ്റും. 100 കോയിനാണ് ഒരു സ്ലോട്ടിന്. അങ്ങനെ 2 സ്ലോട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോഴാണെങ്കിൽ നമുക്ക് 2 കാറ് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാനാണെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കോയിൻ കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു സ്ലോട്ട് കൂടെ എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. എന്തായാലും അങ്ങനെ 2 സ്ലോട്ട് നമ്മൾ എടുക്കാനുള്ള എല്ലാം സെറ്റാക്കി വെക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ ഈ കോയിന് വേണ്ടി ഇത്രയധികം ഓടുന്നത്. ഞാൻ കുറേയധികം ഓടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഈ കഷ്ടപ്പെട്ട് ഓടുന്നത്. കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ബ്രോയുടെ ഇരിക്കുന്ന മോഡല്ലേ, ബ്രോയ്ക്ക് എങ്ങനെയാണ് ഈ വണ്ടിയൊക്കെ കിട്ടുന്നതെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചു. അതുപോലെ തന്നെ മോഡ് ഏൽപ്പിക്കാൻ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരിക്കലും ഞാൻ മോഡല്ല കളിക്കുന്നത്, അതെനിക്ക് കളിക്കാനും ഇഷ്ടമല്ല. അത് നിങ്ങൾ ആദ്യം ആലോചിക്കാം. പിന്നെ ഈ നമ്മൾ ജെന്യൂനായിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇങ്ങനെ മോഡ് കയറ്റിയിട്ട് അൺലിമിറ്റഡ് മണിയൊക്കെ വെച്ച് കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗീസ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ ഒന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേ കൂട്ടുകാർ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ. എന്തായാലും ഗീസ്, ഞാൻ മോഡ് വെർഷൻ അല്ല കളിക്കുന്നത്, അതാ ഞാൻ ആദ്യം തന്നെ പറയാം. അപ്പോൾ ഗീസ്, നമുക്ക് 5 കിലോമീറ്റർ കവർ ചെയ്യണം. എന്തായാലും ഞാൻ അതുവരെ വീഡിയോ നിങ്ങളെ ലെങ്ത് ആക്കുന്നില്ല. ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു പോവാം. മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തായാലും ഈ കുറേ കൂട്ടുകാർ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് വ്യൂസ് വളരെയധികം കുറവാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ അവർ കളിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണാൻ പറയുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി, ഞാൻ ആ പോസ്റ്റ് മാറ്റി തരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഷോർട്സ് ആയിട്ട് കുറച്ച് കോമഡി വീഡിയോസ് ഇട്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗീസ്, ആ ഒരു മോഡൽ വീഡിയോസ് നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ചെക്കനെ പണിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഗീസ്, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എന്തായാലും ഇതിൻ്റെ അകത്ത് തന്നെ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ ഓടി ഒരുമാതിരി നല്ല രീതിക്ക് തന്നെ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഗീസ്. കാരണം നമ്മൾ എത്രയോ നേരെ ഇരുന്ന് ഓടിയിട്ടാണ് 5 കിലോമീറ്റർ ആയത്. കാരണം ഈ ഒരു ഗെയിമിൽ പയ്യെ ഓടത്തുള്ളൂ. അപ്പോൾ 5 കിലോമീറ്റർ കവർ ചെയ്യാൻ എന്തോരം ഓടണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഗീസ്. എന്തായാലും ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയവർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാകുമായിരിക്കും. എന്തായാലും ആ ഒരു പോർഷൻ അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മളാണെങ്കിൽ ബ്രോയുടെ വണ്ടിയാണിത്. എന്തായാലും ബ്രോ ആണെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്രോയി ഒരു റൂം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ കയറി ഓൾറെഡി ഞാൻ ജോയിൻ ആണ് ഗീസ്. എന്തായാലും ഞാൻ ബ്രോയുടെ അടുത്തോട്ട് പോവുകയാണ്. ബ്രോ എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക്. എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ടുവരുന്നുണ്ട് ഗീസ്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്തായാലും ബ്രോ എനിക്ക് നേരത്തെ അതിൻ്റെ പിക്കൊക്കെ അയച്ചു തന്നായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിക്കാമെന്ന് പറഞ്ഞതാണ്. എന്തായാലും ഗീസ്, നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട് ഗീസ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു രക്ഷയില്ല, പക്കയായിട്ടുള്ള ലുക്കിലാണ് നമ്മുടെ ചെക്കനെ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഞാനൊരു മുന്തിരിയുടെ കളറാണ് കൊടുക്കാനായിട്ട് പറഞ്ഞത്, അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കും നമ്മുടെ പേര് നിങ്ങൾ ചില്ലയിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബ്രോ ആണെങ്കിൽ ഫുള്ളായിട്ട് സെറ്റാക്കിയാണ് നമ്മുടെ വണ്ടി
കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇൻസ്റ്റ ID ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ബ്രോ വർക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രോ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും ഏകദേശം കുറഞ്ഞ റേറ്റിൽ ഒരു 100-50 രൂപ അത്രയൊക്കെ ആകത്തുള്ളൂ ഗീസ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ട കൂട്ടുകാരാണെങ്കിൽ ഈ ബ്രോയുടെ ഇൻസ്റ്റ ID ഞാനാണെങ്കിൽ കൊടുത്തേക്കാം, എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം ഗീസ്. ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഞാൻ ചുമ്മാ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കോൺടാക്ട് ചെയ്യുക. ബ്രോ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്ത് തരുന്ന ഒരു ബ്രോ ആണ്. അതാണ് ഞാൻ ബ്രോയുടെ ഈ നമ്മുടെ വണ്ടി കൊടുത്തത്. എന്തായാലും നല്ല രീതിക്ക് തന്നെ എനിക്ക് ബ്രോ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഗീസ് കൊള്ളാം ഗീസ്, അത്യാവശ്യം പക്കയായിട്ട് തന്നെ ബ്രോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ ബ്രോയിലേക്ക് പറഞ്ഞാണ് ബ്രോ പാടാണെങ്കിൽ വേണ്ടെന്ന്. അപ്പോൾ ബ്രോ എൻ്റെ അടുക്ക് പറഞ്ഞു ബ്രോ ഞാൻ ചെയ്തു തരാം, ഉറപ്പായിട്ടും ചെയ്തു തരാം. ഏകദേശം ഒരു ദിവസം കണ്ടേ ബ്രോ ടൈം എടുത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി സെറ്റാക്കി തന്നു. കളറായാലും ഞാൻ കളർ മാറ്റാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഓടുമ്പോൾ ഒരു റെഡ് കളർ വരത്തില്ലേ ഗീസ്, അതൊക്കെ വെക്കാനായിട്ട് പറഞ്ഞായിരുന്നു. എന്തായാലും ഗീസ് കൊള്ളാം, എനിക്ക് വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പിന്നെ വിചാരിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ രണ്ടുപേരുടെയും വണ്ടി കൂടെയാണ് ഫോട്ടോ എടുക്കുന്നത്. ബ്രോയുടെ മോഡൽ വണ്ടി എനിക്കൊരെണ്ണം വേണമെന്നുണ്ട് ഗീസ്, പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ മേടിക്കാനുള്ള പൈസയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു മോഡൽ മേടിച്ചിട്ട് നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ഇല്ലേ ഗീസ്, ഈഗിൾ ഗെയിമിങ്ങിനെ അറിയാത്ത ആരും കാണത്തില്ലായിരിക്കും. ഈഗിൾ ഗെയിമിൻ്റെ സെയിം മോഡൽ ഒരു വണ്ടി നമുക്ക് ചെയ്യണമെന്നുണ്ട്. എന്തായാലും ബ്രോ അതും സെറ്റാക്കി തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഗീസ് എന്തായാലും നമുക്ക് ആ ഒരു മോഡൽ വണ്ടി കൂടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ഞാൻ മേടിക്കുവാണെങ്കിൽ എല്ലാം സെറ്റ് ആവും ഗീസ്. എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ട് ഇട്ടതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നുപോയി, അതാണ് വണ്ടി കുറച്ച് മൂവ് ആയത്. എന്തായാലും ഗീസ് ഞാൻ ഹാൻഡ് ബ്രേക്ക്, നിങ്ങൾ ഈ ഗെയിം കളിക്കുന്ന കൂട്ടുകാരാണ് ശ്രദ്ധിക്കുക, ജസ്റ്റ് നിങ്ങൾ ഇറക്കത്തിലൊക്കെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടാതിരുന്ന ഒറ്റയടിക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോവും. നമ്മുടെ ചില സാധാ ഗെയിമിലൊക്കെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ ഇറക്കത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നോളും. പക്ഷെ ഞാൻ ആ ഒരു മോഡലാണ് ഈ ഒരു ഗെയിമിനെ കുറിച്ച് വിചാരിച്ചത്, പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഒരു ദിവസം നമ്മുടെ സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്യാമെന്നും പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയായിരുന്നു. നമ്മൾ അതിൻ്റെ വീഡിയോ എൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ നേരെ മലയുടെ മേളിലെങ്ങാണ്ടാണ് കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി. ബ്രോ ആ കൂട്ടുകാരനാണെങ്കിൽ അവന് ഹാൻഡ് ബ്രേക്ക് ഇട്ടു, ഞാനാണെങ്കിൽ ഇട്ടില്ല. എനിക്ക് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. വണ്ടി ഒറ്റയടിക്ക് ഇറങ്ങി വെള്ളത്തിൽ പോയി ഗൈസ്. എന്താ വെള്ളത്തിലല്ല, ആ ഒരു അറ്റം വരെ പോയി. അതിന് മുന്നേ തന്നെ ഞാൻ ഓടിച്ചെന്ന് എടുത്തു ഗൈസ്, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഹാൻഡ് ബ്രേക്ക് ഇടാൻ നോക്കുക. പിന്നെ ഗീസ് നമ്മൾ പിക്ക് എടുക്കുമ്പോൾ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് സംശയം ചോദിച്ചാണ് ബ്രോ നല്ല പിക്കൊക്കെ എങ്ങനെ എടുക്കാമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് സ്ക്രീൻഷോട്ട് ആയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റുമെന്ന്. പിന്നാണ് മനസ്സിലായത് മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് അവിടെ ഡ്രോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോൺ പോലെ. അതുപോലെ തന്നെ UI ഹൈഡ് എന്നും പറഞ്ഞ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഹൈഡ് ആക്കി വെച്ചുകൊണ്ട് പിക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇതിനെപ്പറ്റി കുറേ കൂട്ടുകാർക്ക് അറിയത്തില്ല, അത് കാരണമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗീസ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബ്രോ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ബ്രോയാണ്. നമ്മുടെ ആ വണ്ടിയിൽ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് കളറും അതുപോലെ തന്നെ അതിൻ്റെ അലോയ്സും എല്ലാം ചേഞ്ച് ആക്കിയിട്ടാണ് നമുക്ക് തന്നത്. ഈ വണ്ടി നേരത്തെ എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നായിരിക്കും. എൻ്റെ ഇൻസ്റ്റ വീഡിയോ ആണെന്ന് കൂട്ടുകാരാണ്, നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വണ്ടി മനസ്സിലായി കാണും. എനിക്കൊരു ബ്രോ ഗിഫ്റ്റായിട്ട് തന്നെയാണ്. അതാണ് ഞാൻ പണിയാൻ വേണ്ടി ബ്രോയുടെ അടുക്കി കൊടുത്തത്. ബ്രോ ഇന്ന പോലാണ് എനിക്ക് ഇൻസ്റ്റ ID ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താണ്. ബ്രോ നല്ല വെടിപ്പായിട്ട് തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രോ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. ബ്രോയുടെ ID വേണം ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ട കൂട്ടുകാർ ജസ്റ്റ് ഈ ബ്രോയിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ പുള്ളി സെറ്റാക്കി തരും ഗൈസ്. എന്തായാലും എൻ്റെ പേര് കൂടെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി സെറ്റാക്കി തരും കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ ഗൈസ് വേണ്ട കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇൻസ്റ്റ ID ചോദിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. ഇൻസ്റ്റ ID വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എന്തായാലും താല്പര്യമുള്ള കൂട്ടുകാരാണ് എൻ്റെ ഇൻസ്റ്റയിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. പിന്നെ ഗൈസ് നമ്മൾ ഇതിൻ്റെ ലൈവ് ചെയ്താലോ എന്ന് പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നപ്പോൾ വേറൊരു പുള്ളിക്കാരനും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പാസ് ഇടുന്നത് 777 ആണ്. അപ്പോൾ അത് എല്ലാ കൂട്ടുകാരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ റൂമിൽ കയറുവാണെങ്കിൽ എൻ്റെ റൂമിൽ കയറാൻ വേണ്ടി നിങ്ങൾ 777 ഒന്ന് ഡയൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്തത്. പ്രൊഫൈലിൽ നമ്മുടെ UID കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ.
അപ്പോൾ ഗീസ് അവിടെ UID നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. UID ഞാൻ അല്ലാതെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഇൻസ്റ്റ ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് UID കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഫ്രണ്ടാക്കി വെച്ചേക്കുക. പിന്നെ ഇൻസ്റ്റ ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരും ഗീസ്. ഇപ്പോഴും കുറച്ച് റിപ്ലൈസ് ഒക്കെ നമുക്ക് കൊടുക്കാനുണ്ട്, കാരണം കുറേ പേരാണ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത്. എന്നാലും ഞാൻ മാക്സിമം എല്ലാവർക്കും കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഗീസ്. എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.